അങ്കമാലിയിൽ കൂലി വർധന ആവശ്യപ്പെട്ട് ഒരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന ബസ് സമരം രണ്ടാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നു. തൊഴിലാളികളും ബസ് ഉടമകളും തമ്മിൽ നടന്ന ചർച്ചയിൽ ഒരു ധാരണയുണ്ടായില്ല. സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ ഇപ്പോഴത്തെ തീരുമാനമെന്നറിയുന്നു. റാഫി കരീം ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് റാഫി, പറയൂ. SKN ഗുഡ് മോർണിംഗ്. അങ്കമാലിയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സമരം തുടരുകയാണ്. രണ്ടാം ദിനം കൂടുതൽ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ബസ് തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ സമരത്തിനിടയിൽ ചെറിയ തോതിലുള്ള സംഘർഷമുണ്ടായിരുന്നു. ഈ സമരാനുകൂലികൾക്കൊപ്പം നിൽക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ തടയുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. ബസ്സുകൾ ആക്രമിച്ച് ചില്ല് തകർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. ഇന്ന് അതിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് നിലവിൽ തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബസ് സമരം കാര്യമായ ആളുകളെ ബാധിച്ചിട്ടുണ്ട്. മണിക്കൂറുകളായി ബസ് കാത്ത് നിൽക്കുന്ന ആളുകളുടെ ഉണ്ട്. ഇതാ ബസ് നോക്കിക്കുന്നതാണോ? ബസ് നോക്കിക്കുന്നതാണ്. ബസ് സമരമാണ്, അറിഞ്ഞില്ലായിരുന്നു? അറിഞ്ഞ് ഇന്നലെയൊക്കെ പ്രൈവറ്റ് ബസ് ഇവിടുന്ന് പോണാണ്ട്, അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ഇന്ന് വന്നതാണ്. ഇന്നിപ്പോ ഇത്രയും നേരം നിന്നിട്ട് പ്രൈവറ്റ് ബസ് ഇല്ല, ട്രാൻസ്പോർട്ടും കിട്ടണില്ല. ട്രാൻസ്പോർട്ട് വല്ലപ്പോഴും ഒരെണ്ണുള്ളൂ. എത്ര സമയം നിൽക്കുന്നു? ഇവിടെ അരമണിക്കൂറോളം ഇവിടെ വന്ന് നിൽക്കണം. എങ്ങോട്ട് പോകാനാ? കാലടിക്ക്, കാലടി പോണം, പണിക്ക് പോണതാ. SKN ഇത്തരത്തിൽ നിരവധി ആളുകളാണ് രാവിലെ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജോലിക്ക് പോകാനും ഒപ്പം തന്നെ സ്കൂളുകളിലേക്കൊക്കെ പോകാൻ ഈ അങ്കമാലിയിൽ നിൽക്കുന്നത്. എന്നാൽ ഈ ബസ് ഇല്ലാതെ വന്നതോടെ വലിയ ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. ഇന്നും കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഒരു വിഭാഗം തൊഴിലാളികളുടെ തീരുമാനം. ഇന്നലെ ഈ തൊഴിലാളികളും ഒപ്പം തന്നെ ബസ് ഉടമകളും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ ഇവരുടെ കൂലി വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനവുമായില്ല. അതോടുകൂടിയാണ് ശക്തമായ സമരവുമായി അനിശ്ചിത സമരത്തിലേക്ക് കടക്കാൻ തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് സമരം കൂടുതൽ ശക്തമാകുമെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ വലയും. കാരണം അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, മഞ്ഞപ്പറ, ചാലക്കുടി തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ തോതിൽ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചാണ് പൊതുഗതാഗതം മുന്നോട്ട് പോകുന്നത്. ഈ സ്വകാര്യ ബസ്സുകളാണ് ഈ മേഖലയിലെ ആളുകൾ ഏറ്റവും അധികം യാത്രക്കായി ആശ്രയിക്കുന്നതും. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അത് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കും. ഓക്കെ, താങ്ക് യു. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.